അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നമ്മുടെ നാടൻ ബീൻസ് വെച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുവാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊരു കമൻ്റ് ആയിട്ട് ഇടണേ. ഞാനിത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കി. നമ്മൾ നാടൻ ടേസ്റ്റ് അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഈ ബീൻസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനത് അന്ന് തന്നെ കഴുകി കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചു. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനത് എടുത്ത് ഇന്നിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബീൻസിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഒത്തിരി ഫൈബറുണ്ട്, അതുപോലെ തന്നെ ഇതിന് കാലറി കുറവുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് നമ്മൾ വൈറ്റമിൻ കെ റിച്ച് ആണ്, വൈറ്റമിൻ സിയും ഉണ്ട്. അതുപോലെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഫോളേറ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ബീൻസ് കഴിക്കണം നല്ലതാണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. അനീമിയ ഉള്ളവർ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അനീമിയയ്ക്കൊരു പരിഹാരമാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനത് കുറച്ച് ബട്ടറാണ് ആദ്യം ഇടുന്നത്. ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറും ഒലിവ് ഓയിലും കൂടി കൂട്ടി ഞാനിത് ഉണ്ടാക്കാൻ പോവുകയാണ്. ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു, 3-4 വെളുത്തുള്ളി എല്ലി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ വെളുത്തുള്ളിയും സവാളയും ഇട്ട് വഴറ്റാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബട്ടറും ഒലിവ് ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഗാർലിക്കിൻ്റെ ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല, അവസാനം കുറച്ചിടാനുണ്ട്. അപ്പോൾ ഈ ഗാർലിക് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് മൂത്തതിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങി. ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ ഒപ്പം തന്നെ ഈ പച്ചമുളകും കൂടെ ഇടുവാണ്. ഒരു പകുതിയാണ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഉപ്പ് നമ്മുടെ 1 ടീസ്പൂൺ, ഏകദേശം ഇത്രയും ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൽ കിടന്ന് നമ്മുടെ സവാളയൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്, ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് ഡീഫ്രോസ്റ്റൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ചിലതൊക്കെ ഐസായിട്ടിരിക്കുന്നുണ്ട്, എന്നാലും ഒരു കുഴപ്പമില്ല. നമ്മളിത് ഇട്ട് നന്നായിട്ട് ഇളക്കുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും. കയ്യൊന്ന് ഇളക്കിയെടുക്കട്ടെ, എല്ലായിടത്തും ആവട്ടെ. നമ്മുടെ സവാളയും പച്ചമുളകും ഗാർലിക്കും ഉപ്പും എല്ലായിടത്തും ആയി. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് കൈ വരും. നല്ല പച്ച കളറായിട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുകയാണ്, ആ സ്റ്റീം വന്ന് നല്ല രീതിയിൽ കുക്കാവാനായിട്ട്. കുക്കായിക്കൊണ്ടിരിക്കണുള്ളൂ, ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബട്ടറിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള ഈ ബീൻസ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പം സാധാരണ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആയിട്ട് കഴിക്കുന്നത് ഒന്നുകിൽ ബീൻസ് ഇങ്ങനെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അസ്പരാഗസ്, അതൊക്കെയാണ്. നല്ല ടേസ്റ്റാണിത് അങ്ങനെ കഴിക്കാനായിട്ട്. സാധാരണ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ആരും കഴിക്കാറില്ല. അപ്പം ഇത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ ബീൻസിനെ തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മൾ കുറച്ച്
ഗാർലിക്കിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. കണ്ടോ, കുറച്ച് ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ആ ഗാർലിക്കിൻ്റെ ആ ഫ്ലേവറ് ഈ നമ്മുടെ ഈ ബീൻസിലെല്ലാം പറ്റിയിട്ട് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അത് ഹെൽത്തിയാണ്. നമ്മൾ ഗാർലിക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ ഇതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ആ വെള്ളം പറ്റിച്ചും എടുക്കുമ്പം ഗാർലിക്ക് ഒത്തിരി ഫ്രൈ ആവുമൊന്നുമില്ല, എന്നാൽ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കി ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതൊരു നല്ലൊരു വെജിറ്റബിളുമാണ്, നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒരു കമൻ്റൊക്കെ ഇടണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീൻസ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ഗാർലിക്കിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോഴോ ഒക്കെ ഇത് അതിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒരു കമൻ്റൊക്കെ ഇടണേ. താങ്ക് യു.